നമസ്കാരം. ശുഭദിനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്വേത വരാഹകൽപ്പത്തിലെ 7ാമത്തെ ചതുർയുഗമായ വൈവസ്വത മന്വന്തരത്തിലെ 28ാമത്തെ ചതുർയുഗമാണ്. കലിയുഗം തുടങ്ങിയിട്ട് 5126ാമത്തെ വർഷമാണ്. ഇന്ന് കലിദിന സംഖ്യ വരുന്നത് 18,72,448ാമത്തെ ദിവസമാണ്. ശ്രീകൃഷ്ണൻ സ്വർഗാരോഹണം ചെയ്ത ദിനം മുതൽക്കാണ് കലി ദിന എണ്ണി തുടങ്ങുന്നത്. കൊല്ലവർഷക്കണക്കനുസരിച്ച് 1101 ആണ്ട് ചിങ്ങമാസം 10-ാം തീയതിയാണ്. ശകവർഷം 1947 ഭാദ്രപദ മാസം 4-ാം തീയതിയാണ്. ഗ്രിഗോറിയൻ കലണ്ടർ അനുസരിച്ച് 2025 ഓഗസ്റ്റ് മാസം 26-ാം തീയതിയാണ്. ശുക്ലപക്ഷമാണ്. ശുക്ലപക്ഷത്തിലെ തൃതീയ തിഥിയാണ്. അത് 1:54 വരെ തൃതീയ തിഥി വരുന്നുണ്ട്. കരണം ആനകരണമാണ്. അത് 1:54 വരെയുള്ള സമയത്ത് ആനകരണമാണ്. നിത്യയോഗം വരുന്നത് സാധ്യനാമ നിത്യയോഗമാണ്. ഉച്ചയ്ക്ക് 12:08 വരെയുള്ള സമയത്ത് സാധ്യനാമ നിത്യയോഗം വരുന്നു. ഇന്ന് നക്ഷത്രം വരുന്നത് അത്തം നക്ഷത്രമാണ്. നാളെ രാവിലെ 6:04 വരെയുള്ള സമയത്ത്, അതായത് ഇന്ന് പകലും രാത്രിയും അത്തം നക്ഷത്രം തന്നെയാണ്. ഞാറ്റുവേല മകം ഞാറ്റുവേല തന്നെയാണ്. ഋതു വർഷ ഋതുവാണ്. അയനം വരുന്നത് ദക്ഷിണായനവും ആണ്. ഇന്ന് ദിവസം ചൊവ്വയുടെ കാലഹോരയിൽ തുടങ്ങുന്ന ദിവസമാണ്. ഇന്ന് ഉദയം സംഭവിക്കുന്നത് രാവിലെ 6:18:44 ഉദയം സംഭവിക്കുന്നു. വൈകിട്ട് 6:32:37 അസ്തമയം സംഭവിക്കുന്നു. ദിനമാനം വരുന്നത് 12 മണിക്കൂർ 13 മിനിറ്റ് 53 ആണ്. രാഹുകാലം സംഭവിക്കുന്നത് ഉച്ചയ്ക്ക് 3:29 മുതൽ 5 മണി വരെയുള്ള സമയത്താണ്. ഗുളികകാലം 12:25 തുടങ്ങി 1:57 വരെയുള്ള സമയത്താണ്. യമകണ്ഠക കാലം വരുന്നത് രാവിലെ 9:22 തുടങ്ങി 10:53 വരെയുള്ള സമയത്താണ്. 3 കാലങ്ങളും വർജ്യങ്ങളായിട്ടുള്ള കാലമാണ്. ഇന്ന് ചന്ദ്രാഷ്ടമം സംഭവിക്കുന്നത് കുംഭക്കൂറുകാർക്കാണ്. അവിട്ടം, ചതയം, പൂരുരുട്ടാതി ഈ നക്ഷത്രക്കാർക്ക് ചന്ദ്രൻ 8ാം ഭാവത്തിൽ വരികയാൽ ഇന്നത്തെ ദിവസം പൊതുവെ അനുകൂലമല്ല. അഭിജിത് മുഹൂർത്തം സംഭവിക്കുന്നത് 12:01 തുടങ്ങി 12:23 വരേക്കും. പിന്നീട് 4 മിനിറ്റ് മധ്യം വർജിച്ചിട്ട് 12:27 മുതൽ 12:49 വരെയാണ്. 12:01 മുതൽ 12:49 വരെയാണ് അഭിജിത് മുഹൂർത്തം. ഈ സമയത്ത് മറ്റ് മുഹൂർത്തങ്ങളില്ലാതെ വരികിൽ ഈ സമയം ഒരു സുമുഹൂർത്തമായിട്ട് എടുക്കാം എന്ന ആചാര്യ സമ്മതമുള്ളതാണ്. ഇന്ന് അത്തം നക്ഷത്രമാണ്. യാത്ര പോകാൻ, അതുപോലെ വിദ്യാരംഭം, വിവാഹം, ഉപനയനാദി, ഗൃഹാരംഭം, ഗൃഹപ്രവേശം, അങ്ങനെയുള്ള എല്ലാ സ്ഥിരകർമ്മങ്ങൾക്കും അത്തം നക്ഷത്രം അനുകൂലമാണ്. തൃതീയയും എല്ലാ ശുഭകർമ്മങ്ങൾക്കും, രാജ്യകാര്യങ്ങൾ ആരംഭിക്കുക, വിവാഹം, വാസ്തു, ഭൂഷണാദികൾ, പുതിയ നൂതന സ്വർണ്ണാഭരണങ്ങൾ അണിയുക, വ്രതം അനുഷ്ഠിക്കുക, പ്രതിഷ്ഠ, അന്നപ്രാശനം, അതുപോലെ സംഗീത വിദ്യാരംഭം, ഇതിനൊക്കെയും തൃതീയ നല്ലതാണ്. അത്തം നക്ഷത്രവും തൃതീയ തിഥിയും ചേർന്ന ഈ ദിവസം മുഹൂർത്തങ്ങൾ ഉണ്ടാക്കാവുന്നതാണ്. ചൊവ്വ എന്ന് പറയുന്നതായിട്ടുള്ളത് കുജന്റെ ദിവസമാണ്. ആയതുകൊണ്ട് മറ്റ് പല കാര്യങ്ങൾക്കും പ്രതിബന്ധങ്ങൾ ഉണ്ട്. നമസ്കാരം.